എന്നതാ നീ പരതുന്നേ? ഇറച്ചിക്കത്തി, കേളുണ്ണിന്റെ കത്തി. അത് ഇതില് കാണുന്നില്ലല്ലോ. എനിക്ക് തിരക്കില് വെയിറ്റ് കേളുപ്പ് വരും. കേളു പറഞ്ഞാന്ന് മരത്തിലടാ. കേളുവിനെ കാത്തിരുന്ന നിന്റെ ഇറച്ചി ചീഞ്ഞു പോത്തേ ഉള്ളൂ. എന്നടാ കേളു എന്നാ പറ്റിയേ? തുടർന്ന് പൊട്ടിക്കല പറഞ്ഞ ഞാൻ പറയാം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. മോനെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. കേളുവിന് തല പൊക്കിയല. അപ്പൻ ആരാന്നവന് മനസ്സിലായി കൊടുത്തിട്ടുണ്ട്. ഈ പകന് എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? കർത്താവേ, നീ അങ്ങനെ എന്നാ ചെയ്തേ? പോയി നോക്കടാ. ഇല്ലേ അങ്ങാതിമാരല്ലേ? എങ്ങാണ്ട് കിടക്കുന്ന വയ്യാവേലി കോണി വെച്ച് പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വയ്യാവേലി വയ്യാവേലി എന്ത് വർത്താനാണ് പറഞ്ഞേ? നീയൊക്കെ അവരെ കണ്ടാ മുള്ളൂ. അപ്പനൊരുത്തിനും പേടിയില്ല. ഈ കയറി പിടിച്ചവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെന്നാ ഭാവിച്ച മുതലും പലിശ തീർത്തു കൊടുത്തിട്ടായി കെട്ടടിക്കുള്ള നന്നാ ഞാൻ പറഞ്ഞതാ. രണ്ടും തീർത്തിയ അഴിച്ചു. എല്ലാരും കണ്ടല്ലോ? കണ്ടു. കേളു ഇനിയിവിടെ എന്തൊക്കെ സംഭവിക്കാവോ? ഇതിന്റെ പേരില് പുതിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പാമ്പിന്റെ വായിലിരുന്ന് തവള ഇരതേടുന്ന പോലെ പറഞ്ഞാലേ അത് തന്നെ കാലഘട്ടത്തിന്റെ ശാപവും. അവിടെ ഇരിപ്പുണ്ട്. കേളോണോ? ഓ, എങ്ങനെ അറിഞ്ഞു? അവൻ തന്നെ കവലയെ വന്ന് വലിയ വായി കാറിക്കൂവല്ലായിരുന്നോ? എന്നാലും ഞങ്ങളൊന്നും അറിയിക്കായിരുന്നു. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ കേളോണ്ണ? ആ, നീ അവനെയും തല്ലി, അവൻ നിന്നെയും തല്ലി. തീർന്നു. ഇനി ഇതിനപ്പുറത്തേക്ക് നീട്ടണ്ട. എന്തേ? തമ്പിയണം പറഞ്ഞതാ അതിന്റെ ശരി. അവൻ ചെയ്ത വൃത്തികേടിന് ഞാനൊരെണ്ണം കൊടുത്തു. അതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല. വേ പിടിച്ച പട്ടിയുടെ ചെവിയിൽ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ എന്റെ അടുത്ത് ചെയ്തത് വെള്ളം കൂട്ടാത്ത പ്രതികാരോ, പതിയിരുന്നുള്ള ആക്രമണം. അത് ശരിയാണോ തമ്പിയണ്ണ? അങ്ങനെ ചോദിച്ചാ മോളെ നിക്കാഹൊക്കെ അടുത്തു വരെയല്ലേ? ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ആയിക്കൊണ്ടിരിക്കുന്നു. നിക്കാഹിന്റെ തീയതി കേളോണ്ണം പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും മറക്കൂല. ആ നീലപ്പോ വന്നടാ. ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ അല്ല തന്നെ കൊച്ചുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല. പിന്നെ ഞാനേ പപ്പേട്ടനെ വീട്ടിലോട്ട് വിളിക്കാൻ വന്നതാ. ഏയ് അതൊന്നും ശരിയാവൂലടവേ. എന്നാന്നറിയാമല്ലോ, നിന്റെ പെണ്ണുമ്പിളക്ക് എന്നെ കാണുന്ന വേണ്ടി നോക്കി എന്തൊക്കെ പോലെ. നീ അവക്കടെ സന്തോഷം നോക്കിയെന്ന് വെച്ചാൽ മതി. അങ്ങനെയല്ല പപ്പേട്ട, അവള് നിർബന്ധിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്നേക്കുന്നേ. അവക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ മോളും കാത്തിരിക്കുക. ആണോ? ഈ എന്റെ കൊച്ച്, നമുക്ക് പോടാ. ഞാനിതൊക്കെ ഒന്ന് മാറ്റട്ടെ. മോളെ കാണണം. കോളടിച്ചല്ലോ പപ്പേട്ടാ. ഇതുവഴി ബൈപ്പാസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ആ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. ഇതിലൂടെയൊക്കെയാ വരുന്നെന്നോ? ആർക്കറിയാം. ഇതൊരു അടച്ചുറപ്പുള്ള വീടാക്കി എടുക്കണം പപ്പ. വേണം വേണം. പിന്നെ നമുക്ക് ഈ അടച്ചു കൂട്ടി വെക്കാനായിട്ടൊരു സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. അതൊക്കെ മതി. ഇത് അടുത്ത കാലത്തൊന്നും ഇട്ടിട്ടില്ല. ആ മോളെ നടക്കുന്നു. അവക്കൊരു കുഴപ്പമില്ല. അല്ല വേണ്ട, കൊച്ചിന് മണം കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചി വഴക്കുണ്ടാക്കും. ആ വരുവാണേ. വാ നമുക്ക് പോവാം. എന്നാടി ഇത്തിരി ബീഫ് അലത്തിയതാ. ആഹാ, ഇന്ന് വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. സാറിപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇറങ്ങുക. തിരക്കുള്ള ഹാപ്പീസറല്ലേ, എപ്പോഴൊന്നും വരാൻ പറ്റില്ല അറിയോ. എന്നാലും ഒഴിവുള്ളപ്പോ ചേട്ടനെ കാണാൻ വരുന്നുണ്ടല്ലോ, അതൊരു ഭാഗ്യല്ലേ. ഇന്നാ എന്നാ ശരിയേ. അല്ലേ വേണ്ട, ഇത് കൈവച്ചേക്കാം. ഇത് മോക്ക് ഇഷ്ടപ്പെടും അല്ലേ?
അല്ലാതെ ആ പെൺകുട്ടി നല്ല വൃത്തിക്ക് മനക്കി ഉണ്ടാക്കുന്ന അതാ ഞാൻ എടുക്കാന്ന്. വാ ആ പപ്പ ഹായ് ഇത് തുറന്നു നോക്കിയേ. എന്നാ നോക്ക്. ഇതെന്നാ അല്ല എന്താന്ന് തുറന്നു നോക്ക്. അല്ല ഞാൻ മോളെ, പപ്പേട്ടൻ വാ. വാ ഇതങ്ങ് ആട്ടിച്ച് പോയിരിക്കണം. അമ്മയും പപ്പയുടെ സെറ്റായോ? പപ്പൻ അച്ഛൻ്റെ ഡ്രസ് നല്ല മാച്ച് ആണല്ലോ. പപ്പേട്ട കഴിക്കുന്നേ. അച്ഛൻ പപ്പനും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണോ? ആണോ അച്ഛൻ? മോളുടെ അച്ഛൻ കൊച്ചായിരുന്നപ്പോ ഓടിയും ചാടിയും തല്ലുപിടിച്ചുമൊക്കെ ഈ ചോറൊക്കെ ഇങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അയ്യോ ദേ അച്ഛേ, പപ്പൻ കരയുന്നു. അല്ലല്ല കരഞ്ഞല്ല, ഈ കറിക്ക് എരിവ് കൂടുതലാ. അതാ മോളുടെ പപ്പൻ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. ഞങ്ങളുടെ അച്ഛന് മേലാക്കി വന്നപ്പോ പപ്പേട്ടൻ പഠിപ്പൊക്കെ നിർത്തി കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി, അച്ഛയെ പഠിപ്പിക്കാൻ വേണ്ടി. എന്തിനാണ് നീ ഇതൊക്കെ പറഞ്ഞു കൊച്ചിനെ? കഴിച്ചോണ്ടിരുന്ന കുഞ്ഞിനെ കൂടെ കഴിച്ചോ? പപ്പേട്ട, പപ്പേട്ടനെ ഞാൻ എല്ലാ കാലത്തും വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ, വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. വിവരമില്ലാത്തൊരു അനിയത്തി പോലെ കണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു വരണം. അനിയത്തിയെ പോലെയോ? അനിയത്തി തന്നെ മോളെ കണ്ണുടച്ചേ. ഈ കുടുംബത്തിലിരിക്കുന്ന പെമ്പിള്ളേ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അത് ഐശ്വര്യക്കടാ. പിന്നെ എന്താണ് എന്റെ ഭാഷ? ഈ അടുത്ത കാലത്തെങ്കിലും ഇത്രയും രുചിയോടൊരു ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും സ്വിഗ്ഗി എന്ന് പറയുന്നതിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഈ ഫുഡ് ഇല്ല. എടി കള്ളി. അത് രമേശ, കൊറേ കാലം കൂടിയാ ഞാൻ ഒരു 2 അടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് എനിക്കറിയോ? ഏട്ടൻ ഈ കുടിയൊന്ന് കുറച്ചൂടെ? കുറയ്ക്കാനാവേ ഞാനിതങ്ങ് നിർത്താൻ പോവാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ എനിക്ക് വേറെ കയറി. എന്നാണ് അതിന് ഉറക്കം വരുന്നുണ്ടോ? ഏയ് അല്ല ഏട്ടാ, ഞാൻ ഓർക്കായിരുന്നു. എന്നാ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിള്ളേരുടെ കൂടെ ബീഡി വലിച്ചു എന്ന് പറഞ്ഞപ്പോ ഏട്ടൻ എന്നെ തല്ലി. നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? എന്നാ ആ ചേട്ടന് 24 മണിക്കൂറും വെള്ളം അടിച്ച് ബീഡിയും വലിച്ച് കിടക്കാം. എനിക്കൊന്നും മനസ്സ് പറഞ്ഞടാ. ഇന്നിനിപ്പോ ചത്താലും എനിക്ക് വിഷയമൊന്നുമില്ല. അറിയോ? ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ചുമ്മാ നമ്മൾ ഈ സന്തോഷത്തിലിരിക്കുമ്പോൾ വേണം അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ വേറൊന്നും പറയാനില്ലാത്ത പോലെ. ഇത് കണ്ടോ അമ്മയോട് പറ പപ്പ, ഓട്ടത്തിലൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചോളാന്ന് പറ പപ്പ. പ്രിയപ്പെട്ട പപ്പേട്ട, എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ വീടും സ്ഥലവും ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. നിവൃത്തിയില്ലാതെ ഓഫീസിലും
ചില സാമ്പത്തിക തിരിമറികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മിഴിമോളെ കൂടെ കൊണ്ടുപോകാൻ മനസ്സ് വരുന്നില്ല. പപ്പേട്ടൻ അവളെ സ്വന്തം മോളെപ്പോലെ നോക്കുമെന്ന് എനിക്കറിയാം. മിഴിമോളുടെ പൂർണ്ണ ഉത്തരവാദിത്വം പപ്പേട്ടന് മാത്രമാണ്. അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് പൊറുക്കണം എന്ന് സ്വന്തം രമേശൻ.